ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളുടെ ശിക്ഷാ ഇളവ് ശുപാർശ മുതൽ മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ വരെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ വിമർശന ശരമേറ്റ് വലയുമ്പോൾ CPIM-നെ കണ്ണൂർ രാഷ്ട്രീയം വീണ്ടും പിടിച്ചു കുലുക്കുകയാണ്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, കൊട്ടേഷൻ സംഘങ്ങൾ മുതൽ സൈബർ പോരാളികൾ വരെ പാർട്ടിക്ക് ഒരിടവേളയ്ക്ക് ശേഷം തലവേദനയാകുന്നു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ചില പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കൾ തന്നെ ഇതിൻ്റെ എല്ലാം നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ലേ, അവരൊക്കെയാണ് ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കക്ഷി. പാർട്ടി നയങ്ങൾക്ക് മേലെ ഈ പറഞ്ഞ ഒരു വലിയ ഒരു ലെയറിനെ നയം പഠിപ്പിക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നുണ്ട്. ഇപ്പോഴും തെറ്റുകൾ പാർട്ടി തിരുത്താത്തതിനാൽ സ്വയം തിരുത്തുകയാണെന്ന് പ്രഖ്യാപിച്ച് മനു തോമസ് CPIM വിട്ടതോടെയാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം. ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് മറുപടി നൽകി മനു തോമസ് തിരികൊളുത്തി. മറുപടി ഏറ്റുപിടിച്ച് P ജയരാജൻ രംഗത്തെത്തിയതോടെ വിവാദം മറ്റൊരു തലത്തിലേക്ക് വളർന്നു. മണിക്കൂറുകൾക്കുള്ളിൽ P ജയരാജന്റെ കുറിപ്പിന് പിന്തുണയുമായി എത്തിയവരാണ് വിവാദം കൂടുതൽ കത്തിച്ചത്. ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി അർജുൻ ആയങ്കി, TP കൊലക്കേസ് പ്രതി KK മുഹമ്മദ് ഷാഫി മുതൽ റെഡ് ആർമിയും പോരാളി ഷാജിയും വരെ സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടും കൊടുത്തും തുടങ്ങിയ സംവാദം കൊലവിളിയിലേക്ക് വരെ എത്തി. ഇത്തവണയും മാറ്റമില്ല. വിവാദങ്ങളുടെ ശ്രദ്ധാകേന്ദ്രം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ. സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് വരാൻ പറ്റില്ല. മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊട പിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സാർ. ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് സംഭവങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ അന്തരീക്ഷത്തിലെങ്ങും തിരുത്തലുകളെ കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുമ്പോഴാണ് കണ്ണൂരിലെ കാര്യങ്ങൾ കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മനു തോമസിന്റെ ആരോപണങ്ങളെ പാർട്ടി തള്ളിക്കളയുകയാണ് ചെയ്തത്. മനു ഉയർത്തിയ പരാതികൾ പാർട്ടി പഠിച്ചെന്നും പരാതിയിൽ കഴമ്പില്ലെന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ നിലപാട്. പാർട്ടിക്കെതിരായി കൊട്ടേഷൻ സംഘത്തെ സഹായിക്കുന്നവരാണ് ഇവർ എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രചാരവേല ഒട്ടും അഭികാമ്യമായ ഒന്നല്ല. എന്നു മാത്രമല്ല, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാൾക്കും CPIM-ൽ യാതൊരു സ്ഥാനവും ഉണ്ടാവില്ല എന്ന് പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടിയിലെ ഒരു നേതാവും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നില്ല. സംഘടനാ തലത്തിൽ ഒതുങ്ങേണ്ട വിഷയം നേതാക്കളുടെ ജാഗ്രത കുറവ് കാരണം പിടിവിട്ടുപോയതിൽ മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ അസ്വസ്ഥരാണ്. പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗം എന്തിന് കോർക്കാൻ പോയെന്നാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ചർച്ച. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ P ജയരാജന്റെ ഇടപെടൽ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന ചിന്തയാണ് നേതാക്കളിൽ പലർക്കും. P ജയരാജൻ പാർട്ടിക്കകത്ത് ഗ്രൂപ്പുണ്ടാക്കാൻ ശ്രമിച്ചെന്ന ആരോപണമടക്കം ഉയരാനിടയായ സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നുവെന്ന് അണികളും വ്യക്തമാക്കുന്നു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഉന്നത നേതാവിൻ്റെ മകനും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇത് അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ P ജയരാജൻ ഏരിയ സെക്രട്ടറിമാരെ നിയമിക്കുന്നത് കോറ മുതലാളിമാർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, കൊട്ടേഷൻ സംഘത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പോരാടുകയായിരുന്നുവെന്നായിരുന്നു മനു തോമസിന്റെ അവകാശവാദം. അതിന് മറുപടിയുമായി ഇറങ്ങിപ്പുറപ്പെട്ട P ജയരാജനാകട്ടെ വിവാദം ചൂടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. കൊട്ടേഷൻ സംഘത്തെ വെള്ളപൂശാനാണ് P ജയരാജന്റെ നീക്കമെന്ന തോന്നലുണ്ടായാൽ അത്തരം നീക്കങ്ങൾക്കെതിരെ പാർട്ടിക്കകത്ത് മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടുമെന്നത് നേതൃത്വത്തെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. മനു തോമസിനെ നോവിക്കാത്ത തരത്തിലായിരുന്നു ജില്ലാ സെക്രട്ടറി MV ജയരാജന്റെ ഇടപെടലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് P ജയരാജന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.